വയനാട് എന്താണ് അവസ്ഥ എന്ന് ദീപക് മോഹൻ നമ്മോട് പറയും. ദീപക്, ബാണാസുര ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചേക്കുമെന്നും അറിയുന്നു. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ടല്ലോ. വയനാട്ടിൽ ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യമാണോ? മഴക്കെടുതി എത്രത്തോളമുണ്ട്? വിനീത വേണു, വയനാട്ടിൽ ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിൽ രാവിലെ ജലനിരപ്പ് ഉണ്ടായിരുന്നത് 772.50 ആയിരുന്നു. എന്നാൽ ഇന്ന് പകൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മാക്സിമം വാട്ടർ ലെവലിലേക്ക് എത്തിയപ്പോൾ 773.50 മീറ്ററിലേക്ക് ജലനിരപ്പ് ഉയർന്നു. ഇതോടുകൂടി ഇന്ന് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് ഇപ്പോൾ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കരമാൻ തോട്ടിലേക്ക് ജലം ഒഴുക്കിവിടുന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ പുഴയോർത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പനമരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഇന്ന് ഈ ഡാം തുറക്കുന്നതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗത്തും ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളും ഈ വെള്ളത്തിനിടയിൽ തന്നെയാണ്. അതുപോലെ തന്നെ മൂപ്പനാട്, മേപ്പാടി തുടങ്ങിയ പ്രദേശത്തും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ പെയ്തിട്ടുണ്ട്. മുണ്ടക്കൈ പ്രദേശത്തെ ഒരു പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല ഈ പ്രദേശത്ത് ഭീഷണിയുള്ള വീട്ടുകാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും നാളെ രാവിലെയോടുകൂടി ബാണാസുര സാഗർ ഡാം തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ പുഴകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴ പെയ്യുന്നില്ല. മലയോര പ്രദേശങ്ങളിലേക്ക് ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള കനത്ത മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. വിനീത.